ആനയെ ഇത്ര കാണാൻ കഴിയും. ഏതായാലും മിഷൻ അവിടെ രാഹുൽ, ഈ മിഷൻ വൈകുന്ന ഒരു കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു എതിരഭിപ്രായം ഉണ്ടോ? ഉദ്യോഗസ്ഥർ റിസോർട്ടിലിരിക്കുകയാണ് എന്നൊക്കെ ചില പരാമർശങ്ങൾ അവിടെ നിന്ന് കേട്ടു. ഇത് വൈകിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും എന്ന പരാമർശങ്ങൾ കേട്ടു. ഇത് പെട്ടെന്ന് നടക്കുന്നില്ല, ആനയെ പിടികൂടുന്നില്ല എന്നുള്ള ഒരു വൈഷമ്യം ജനങ്ങൾക്കുണ്ടോ? അഭിലാഷ, തീർച്ചയായും ഉണ്ട്. കാരണം രാവിലെ മുതൽ ആന ഇവിടെ നഗരമധ്യത്തിൽ തന്നെ ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ആന ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് നഗരത്തിൻ്റെ റോഡിലേക്ക് പോകുന്നു. അതുപോലെ തൊട്ടടുത്തുള്ള വീടുകൾക്കിടയിലൂടെ നടന്ന് ഒക്കെ വരുന്നു. മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കി ആനയെ വീണ്ടും വാഴത്തോട്ടത്തിലേക്ക് തന്നെ എത്തിക്കുന്നു. പക്ഷേ അത് പോരാ, കഴിയുന്നതും വേഗത്തിൽ ആനയെ പിടികൂടി ഇവിടെ നിന്ന് മാറ്റണം എന്നൊരാവശ്യമാണ്. കാരണം ആശങ്കയാണ്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ജനങ്ങളുടെ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോകാവുന്നതാണ്. ചേട്ടാ ഒന്നേ പോയല്ലോ. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ വിടാപ്പാട് വിടുന്നു, പോലീസ് ആളുകളെ നിയന്ത്രിക്കുന്നതിനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ച് എന്താണ്? പരമാവധി അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നാട്ടുകാർക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഈ വന്യമൃഗമാണ്, അടുത്ത നിമിഷം അത് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും ജനവാസ കേന്ദ്രത്തിലേക്ക് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും, ഒരു സംശയവും വേണ്ട. പക്ഷേ ഇത്ര മണിക്കൂറായി, 6 മണി മുതൽ, രാവിലെ 6 മണി മുതൽ തുടങ്ങിയ ഇതാണ് ഒരു തീരുമാനമായി എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രവർത്തനം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറയാം, എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ, ഏകദേശം 5 മണിയിലൂടെ മുമ്പേ തന്നെ ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഇത് വേറൊരു അവസ്ഥയിലേക്ക് പോകും. രാത്രികാലങ്ങളിൽ അത് പുറത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒക്കെ ബുദ്ധിമുട്ടാവും. ലൈറ്റ് സന്നാഹങ്ങൾ ഒരുക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല, അവർക്ക് രാത്രി ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുന്ന ഏരിയ അല്ല, ഡേ ടൈമിലെ ഇവിടെ നടത്താൻ പറ്റൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇടപെട്ട് ഇതിന് നടപടി ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് ആന, ഇന്നലെ മിഞ്ഞാന്ന് കടുവ, അതിന് മുമ്പ് കരടി എന്ന നിലയിലാണ് അവസ്ഥ. തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ പിന്നെ നഗരങ്ങളിലേക്ക് യാതൊരു മടിയുമില്ലാതെ വന്യമൃഗങ്ങൾ നഗരപ്രദേശങ്ങളിൽ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കരടി, നിങ്ങൾക്കറിയാലോ, വെളിച്ചെണ്ണ അടക്കം അടുക്കളയിൽ നിന്ന് കൊണ്ടുപോകുന്നു, കടുവ ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു. അങ്ങനെ നിരന്തരം വന്യമൃഗങ്ങൾ, പന്നികൾ, മാന്, ഇപ്പോൾ ഈ ടൗൺ ഏരിയയിൽ തന്നെ മാനുകൾ വിളയാടുകയാണ് ഇപ്പോൾ. മാനുകളെല്ലാം പയറ് തിന്നുന്നു. അങ്ങനെ എന്താ പറയുക, വന്യമൃഗങ്ങളെ ഒരു ഏരിയ ആയിട്ട് ടൗൺ പ്രദേശങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നല്ല നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് വളരെയധികം പിന്നെ ജനജീവിതത്തിന് ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അഭിപ്രായക്കാർ തന്നെയാണോ നിങ്ങളൊക്കെ? ഇവിടെ തന്നെയാണോ വീട്? അവർ പറഞ്ഞല്ലോ, അവർ പറഞ്ഞത് തന്നെ, വേറെ ചേട്ടാ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമുക്കൊന്നുമില്ല. ആനേനെ ഇവിടുന്ന് എത്ര പെട്ടെന്ന് കാട്ടിലോട്ട് വിടുകയാണ്. കാരണം സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ പോകണം, പിന്നെ രാത്രി ജനങ്ങൾ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് സർക്കാർ ശക്തമായ നടപടിയെടുക്കണം. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല, ജനങ്ങളെ ഭീതിയിലാക്കുന്ന. കാരണം ഇത് പിന്നെ പട്ടണത്തിലായതുകൊണ്ട് ആനയ്ക്ക് എങ്ങും പോകേണ്ട, ഈ പകലായതുകൊണ്ട് ജനങ്ങളുള്ള മേഖല ആയതുകൊണ്ട് ആനയ്ക്ക് പോകാനൊരു പ്രോബ്ലമുണ്ട്. ആ സ്ഥലത്ത് ഫോറസ്റ്റിൻ്റെ സൈഡിലാണ് ആന കടന്നു പോകുമായിരുന്നു. ഇതിപ്പോൾ പട്ടണത്തിലായതുകൊണ്ട് ഇത് എങ്ങോട്ട് പോകണമെന്ന് അതിനൊരു ലക്ഷ്യമില്ല. അപ്പോൾ അതൊന്ന് മയക്കുവെടി വെച്ച് എത്ര പെട്ടെന്ന് കുങ്കിയാനെ കൊണ്ടുവന്ന് ഇവിടുന്ന് കടത്തി വിടണം, അല്ല ജനങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നുമില്ല, നമ്മളെ മക്കളൊക്കെ ഈ 6 മണി 6:15 മദ്രസ പോകുന്ന കുട്ടികളാണ്. അത് നമ്മളൊക്കെ ഇവിടുന്ന് പോകുന്ന ഈ സമയത്ത് ഇതുവരെ ഇവിടെ ഇല്ലാത്ത നമ്മളെ അനുഭവത്തിലില്ല. ഇന്ന് രാവിലെ നമ്മളെ കുട്ടികൾ പോയതിൻ്റെ ശേഷമാണ് ഇത് അറിയുന്നത്. അപ്പോൾ നമ്മൾ പണിസ്ഥലത്ത് നിന്ന് തിരിച്ചു വന്ന, പക്ഷേ ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിനെ എന്തായാലും ഇവിടുന്ന് മാറ്റണം. കാരണം നമ്മളെ മക്കളൊക്കെ 6 മണിയാകുമ്പോഴത്തേന് വെളിച്ചം വെക്കുന്നതിന് മുമ്പ്, നിങ്ങൾ പോലും എണീച്ചിട്ടുണ്ടാവില്ല, ആ സമയത്ത് നമ്മളെ മക്കൾ മദ്രസ പോയിട്ട് 8 മണിയാകുമ്പോഴത്തേന് സ്കൂളിലേക്ക് പിന്നെ പോകണം. അപ്പോൾ നമ്മളെ മക്കൾ അതിന് പോകുന്ന, അതുകൊണ്ട് ഈ സാധനത്തിന് ഇവിടുന്ന് എന്താക്കണം, പൊക്കി കൊണ്ടുപോയി തന്നെ പറ്റുള്ളൂ. ഇനി ഇത് റേഡിയോ കോളർ പിടിപ്പിച്ച ഒരു സാധനം കൂടി, അതേ നമ്മൾ പ്രത്യേകം പറയാനുള്ളത്. എന്താ വെച്ചാൽ ഒരു വട്ടം പിടിച്ചിട്ട് കൊണ്ടുവന്ന സാധനമാണ്. ആ സാധനം എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതും കൂടി ഒന്ന് ഇവര് അതിക്കോട്ടെ അവർക്ക് ഈ റേഡിയോ കോളർ വെക്കുമ്പോ അതിന്റെ ഈ സാധനം സഞ്ചരിക്കുന്ന ഒരു പാത അറിയാലോ, അതിനെ തിരുത്താനുള്ള ഒരു കഴിവുണ്ടാവുമല്ലോ. ഇവര് ഈ കേരള ബോർഡർ കടക്കുമ്പോ ഇവരെന്താക്കിയില്ല, അത് തിരുത്തിയിട്ടില്ലല്ലോ. ഇതിപ്പോ ഈ ഗാന്ധി പാർക്കിൽ എത്താനുള്ള കാര്യം എങ്ങനെ? അതുകൊണ്ട് ഈ സാധനത്തിന് പിടിച്ചിട്ട് വിട്ടുകൊടുക്കല്ലാതെ നിവർത്തിയില്ല. നമ്മളെ മക്കൾക്ക് നാളെ ജീവിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ മക്കളെ 6 മണിയാകുമ്പോഴത്തേന് മദ്രസ പോകുന്ന, 6-6:15 ആകുമ്പോഴത്തേന് ഈ മഞ്ഞിന്റെ സമയത്ത് മദ്രസ പോകുന്ന, അത് നടന്നാ പോന്നെ, അത്ര മാത്രമേ ഉള്ളൂ. ഞാനിവിടെ തായങ്ങാടി വാടകയ്ക്ക് താമസിക്കുന്ന, ആ വാടക ഇതിൽ നിന്നാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്.
അത്ര മാത്രമേ ഉള്ളൂ. അഭിലാഷ, പ്രതിഷേധം നിറഞ്ഞ നാട്ടുകാരുടെ പ്രതികരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും മണിക്കൂറായി ആന ഇതുപോലെ ജനവാസ മേഖലയിൽ നഗരമധ്യത്തിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് ഇതിനെ മയക്കുവെടി വെച്ച് സ്ഥലത്തുനിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്നൊരാവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. പ്രത്യേകിച്ച് ഇത് ശാന്ത സ്വഭാവക്കാരനായി തന്നെയാണ് ഉള്ളതെങ്കിൽ തന്നെയും ഇവിടെ നിന്നൊക്കെ നടന്നു നീങ്ങുന്നുണ്ട്. നമ്മൾ നേരത്തെ തത്സമയം കാണിച്ചതാണ്. ആ വീടുകൾക്കിടയിലൂടെയൊക്കെ നടന്നു നീങ്ങി ആളുകൾ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഭാഗത്തും. ആരെയും ആക്രമിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട ആശ്വാസമായ കാര്യം തന്നെയാണ്. അതിനുശേഷം എന്തായാലും ആന ഇപ്പോൾ ഈ വാഴത്തോട്ടത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട് ഏകദേശം വെറും ഒരു 20 മീറ്റർ അകലെയായി ആന വീണ്ടും നിൽക്കുകയാണ്. ഇതിനെ പിടികൂടുന്നതിനുള്ള മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള കുങ്കിയാനകളെയൊക്കെ ഈ സ്പോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചിട്ടുണ്ട് എന്നത് നാട്ടുകാരെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ബാക്കി നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിനു മുൻപ് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് മാനന്തവാടി നഗരത്തിൽ ഇതുപോലെ ഒരു ആന ഇറങ്ങിയ ഒരു അനുഭവം ഉള്ളത്. അഭിലാഷ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ്, 30 കൊല്ലം മുമ്പൊക്കെയാണ് മാനന്തവാടി നഗരത്തിൽ ആന ഇറങ്ങിയിട്ടുള്ളത്. ഇന്നിപ്പോൾ മാനന്തവാടിക്കാർ രാവിലെ കണ്ടത് നഗരത്തിലൂടെ ചുറ്റിയടിക്കുന്ന ആനയാണ്. ആ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് 2 മണിയോടുകൂടി ഇറങ്ങുകയുള്ളൂ. മയക്കുവെടി വെക്കാനുള്ള സന്നാഹങ്ങളെല്ലാം അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. വിക്രം, സൂര്യ എന്നീ കുങ്കിയാനകൾ നഗരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി സുരേന്ദ്രൻ കൂടിയാണ് എത്താനുള്ളത്. 3 കുങ്കിയാനകൾ ഈ ദൗത്യത്തിന് ആവശ്യമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും മുൾമുനയിലാണ് മാനന്തവാടി. അവിടെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് സമയം വൈകുന്നതിന് മുൻപ് ദൗത്യം നടത്തണം. കാരണം കുട്ടികളൊക്കെ, സ്കൂളിൽ പോയ കുട്ടികളൊക്കെ മടങ്ങി വരുന്ന സമയം ഉണ്ട്. അതുപോലെ തന്നെ നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പകൽ വെളിച്ചമുള്ള സമയത്ത് ഈ ദൗത്യം പൂർത്തീകരിക്കണം. അതിന് കാലവിളംബം ഉണ്ടാകരുത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഉദ്യോഗസ്ഥർ ഇക്കാര്യം വൈകിപ്പിക്കുന്നുവെന്ന ആക്ഷേപം ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. ആന നേരത്തെ ഒരു അല്പസമയം വിശ്രമിച്ച ആന ഇപ്പോൾ നഗരപ്രാന്തത്തിൽ അവിടെ വീടുകളുടെ തൊട്ടടുത്ത്, ഇപ്പോൾ ഒരു വാഴത്തോട്ടത്തിലാണ് ആന, അവിടെ മണ്ണുവാരി ആന കുളിക്കുന്നത് കണ്ടു. ആന ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനുശേഷം റോഡിൽ ഇറങ്ങിയ ആന ഈ വീടുകളുടെ കോമ്പൗണ്ടുകൾക്ക് തൊട്ടടുത്തൂടെയാണ് ആന നടന്നത്. ആ റോഡിലൂടെ ഒന്ന് നടന്നു, വീണ്ടും തിരിച്ചു വന്നു. ഇപ്പോൾ വാഴത്തോട്ടത്തിലാണ് ആന ഉള്ളത്. ആന ഇതുവരെ അക്രമ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല എങ്കിലും വലിയ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ദൗത്യം പൂർത്തീകരിക്കണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ പ്രതിനിധികൾ കമലും അതുപോലെ തന്നെ രാഹുലും തുടരുന്നുണ്ട്. രാഹുൽ, ദൗത്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ എന്തെങ്കിലും കൃത്യമായ വിവരം ലഭ്യമാണോ? എപ്പോൾ, എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഔദ്യോഗികമായി തീരുമാനിക്കപ്പെട്ടോ? പക്ഷേ അത്തരത്തിലുള്ള പുതിയ വിവരങ്ങൾ, ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് കമലേട്ടന് അവിടെ കുങ്കിയാനകളെ എത്തിച്ച സ്ഥലത്ത് ഉണ്ട്, ഉദ്യോഗസ്ഥരൊക്കെ ആ സ്ഥലത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക, അതിനുശേഷം റീലൊക്കേറ്റ് ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതായത് ഇവിടെ ഈ സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ഈ വാഴത്തോട്ടം അടങ്ങുന്ന സ്ഥലം ഇത് തന്നെയാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥലം എന്നാണ് വനം വകുപ്പ് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ മയക്കുവെടി വെക്കുന്നു. 3 കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആനയെ ലോറിയിൽ കയറ്റുന്നു. പിന്നീട് റീലൊക്കേറ്റ് ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് കൃത്യം സമയത്തുണ്ടാകും എന്ന സംബന്ധിച്ച് അന്തിമമായൊരു വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നല്ല ചൂടാണ്, ഇവിടെ വെയിലാണ്. ഇപ്പോൾ വെയിലത്തേതായാലും ആനയെ മയക്കുവെടി വെക്കുന്ന ഒരു നടപടികൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മുൻപ് മിഷൻ അരിക്കൊമ്പൻ നടന്ന സമയത്തൊക്കെ അത് കണ്ടതാണ്. വൈകിട്ടാണ് ആനയെ മയക്കുവെടി വെച്ചിരുന്നത്. ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ചിരുന്നത്. മയങ്ങിയ ആനയെ പിന്നീട് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഏറെ പാടുപെട്ട് ലോറിയിൽ കയറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ ഉച്ച സമയത്ത് ആനയെ മയക്കുവെടി വെക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വൈകിട്ടത്തോടുകൂടി മയക്കുവെടി വെക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. സംബന്ധിച്ച് അന്തിമമായൊരു സ്ഥിരീകരണം, വിവരം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുപോലെ രാഹുൽ, മാനന്തവാടിയിൽ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ വീടുകൾക്ക് തൊട്ടടുത്താണ് ഈ ആന എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ കൂട്ടം കൂടി നഗരത്തിൽ ഇറങ്ങിയിട്ടില്ല എങ്കിൽ പോലും അവിടെ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കയ്ക്ക് വകയുണ്ടല്ലോ. അതെന്തായാലും മുകളിലോട്ട് പോവില്ല, അതിങ്ങോട്ടേ വരുള്ളൂ. പിന്നെ ഇങ്ങോട്ടേ അല്പസമയത്തിനകം മയക്കുവെടി വെക്കാനുള്ള
ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 3 കുങ്കിയാനകൾ ഈ ദൗത്യത്തിന് ആവശ്യമുണ്ട്. 2 കുങ്കിയാനകൾ എത്തി, 1 കുങ്കിയാന എത്താനുണ്ട്. 2 മണിയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങാൻ സാധ്യത. ജനവാസ മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും ആനയുള്ളത്. ആന ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഇതിനോടകം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ ഈ വീടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്തെ ഒരു വാഴത്തോപ്പിലാണ് ഇപ്പോൾ ആന ഉള്ളത്. ആന അവിടെ വളരെ ഉല്ലാസവാനായാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് ആന ഇറങ്ങി റോഡിലൂടെ മുമ്പോട്ട് നടന്നു. വീടുകൾക്ക് തൊട്ട് സമീപം എത്തിയെങ്കിലും വീടുകൾക്ക് അകത്തേക്ക് കയറുകയോ ആളുകളെ ഭയപ്പെടുത്തുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ ആനയെ സംബന്ധിച്ചുള്ള ഭീതി മാനന്തവാടി നഗരത്തെ സംബന്ധിച്ചുണ്ട്. മാനന്തവാടി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം രാവിലെ ആന കറങ്ങി നടന്നു. അതിനുശേഷം അത് അല്പസമയം വിശ്രമിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഈ ജനവാസ മേഖലയിലേക്ക് ആന വന്നിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ മാനന്തവാടിയെ സംബന്ധിച്ച് ഇത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ മുൾമുനയിലാണ് എന്ന് പറയാം. ഈ ആനയെ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റുന്നത് വരെ, ആനയെ പിടികൂടി വനത്തിലേക്ക് കൊണ്ടുപോയി വിടുന്നത് വരെ ആളുകളുടെ ആശങ്ക ഒഴിയില്ല. വയനാട്ടിനെ സംബന്ധിച്ച് ഈ മനുഷ്യ വന്യമൃഗ സംഘർഷം പുതിയ കാര്യമല്ല, അത് തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടുവയുടെ ആക്രമണം, കടുവ, കരടി, പുലി, ഇങ്ങനെ വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിനും വലിയ ഭയപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കടുവ ആക്രമണത്തിൽ മരണങ്ങൾ ഉണ്ടായത് ഇതേ വയനാട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായും ജനജീവിതം ഇത്തരം മേഖലകളിലൊക്കെ ദുസ്സഹമാണ്. അത് കൂടുതൽ മനുഷ്യ വന്യമൃഗ ഈ കോൺഫ്ലിക്റ്റ് വ്യാപിച്ചു വരികയാണ് പലയിടത്തും. മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യത്തെ തുടർന്ന് കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കൃഷി നഷ്ടപ്പെട്ട കർഷകർ വലിയ ദുരിതത്തിലാണ്. ആത്മഹത്യ പോലും, വന്യമൃഗ ആക്രമണത്തെ തുടർന്ന് കൃഷി നശിച്ചതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത കർഷകർ പോലും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇത് നഗരങ്ങളിലിരുന്ന് കാണുന്നത് പോലെ യഥാർത്ഥത്തിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു അനുഭവമല്ല ഈ മലയോര മേഖലകളിലും അതുപോലെ തന്നെ വനപ്രാന്ത പ്രദേശങ്ങളിലും ഒക്കെയുള്ള ആളുകളെ സംബന്ധിച്ച്. രാഹുൽ തുടരുന്നുണ്ട്. രാഹുൽ, ഈ നിരോധനാജ്ഞയൊക്കെ ഉണ്ട് എന്നത് ശരിയാണ്, ജനങ്ങൾ ടൗണിലേക്ക് ഇറങ്ങുന്നില്ലായിരിക്കും. പക്ഷേ ഈ ആന വീടുകൾക്ക് തൊട്ടടുത്ത് നിൽക്കുകയാണ്. സ്വാഭാവികമായ വീടുകളിലൊക്കെ ആളുകളുണ്ട്, കൂടെ വന്നിട്ടുള്ള ആളുകളുണ്ട്, ഇത് കാണാൻ വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആശങ്ക എന്നുള്ളത് അവസാനിക്കുന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ. അഭിലാഷ്, തീർച്ചയായും ഇല്ല. നിരോധനാജ്ഞയുണ്ട്. കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. രാവിലെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. സ്കൂളിലേക്ക് കുട്ടികളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അധ്യാപകരൊക്കെ ഇടപെട്ട് കുട്ടികളെ തിരികെ അയച്ചു. ഇപ്പോൾ ആനയെ ഈ ആശങ്ക നന്നായുള്ള സമയമാണ്. പക്ഷേ കാട്ടാനയെ ഇങ്ങനെ തൊട്ടടുത്ത് കാണുക എന്നതുകൊണ്ട് ആ കൗതുകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ആളുകളും ഒരുപാടുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ കുറേ ആളുകളെ നമുക്ക് കാണാനും കഴിഞ്ഞിരുന്നു. കാരണം നേരത്തെ ആന ഈ വാഴത്തോട്ടത്തിൽ നിന്ന് നേരെ നടന്ന് പ്രധാന റോഡിൻ്റെ ഭാഗത്തേക്ക് പോയിരുന്നു. അവിടെ ഒരു റോട്ടിലെത്തിയാണ് ആന നിന്നിരുന്നത്. ആ റോഡ് കടന്ന് ചെറിയൊരു ചെരിവാണ്. അത് കയറിയിരുന്നുവെങ്കിൽ മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ഉൾപ്പെടെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. അങ്ങോട്ടേക്ക് ആന കയറിയേനെ. പക്ഷെ ആന അങ്ങോട്ടേക്കൊക്കെ നടന്ന് നീങ്ങുന്ന സമയത്ത് ആനയെ കാണുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളാണ്, 100-150 ആളുകളാണ് അവിടെ തടിച്ചുകൂടിയിരുന്നത്. അപ്പോൾ അവരെ ഏറെ പാടുപെട്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ നിയന്ത്രിച്ചിരുന്നത് എന്നതാണ്. കാരണം എന്നത് പറയാൻ കാരണം ഈ കാട്ടാനയാണ്, ആശങ്കയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിനെ കാണുന്നതിന് വേണ്ടിയും ആളുകൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് എന്നതാണ്. അതിനുശേഷം അവിടെ ആ റോട്ടിൽ നിന്ന് ആന നേരെ തിരിച്ചു തന്നെ വന്ന് വാഴത്തോട്ടത്തിൽ നിന്നു. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ആ വീടുകൾക്കിടയിലൂടെ ആന നടന്നു നീങ്ങിയിരുന്നത്. ആദ്യം അവിടെ ഉള്ളത് ഒരു കോളേജാണ്, ന്യൂമാൻ കോളേജിന് അവിടെ മതിലുണ്ട്. ആ മതിലിൻ്റെ തൊട്ടടുത്ത് വരെ ആന എത്തി. അവിടെ നിന്ന് ടാറിട്ട റോഡാണ്. നല്ല ചൂട് കൂടിയുണ്ട്. ടാറിട്ട റോഡിൽ ഇറങ്ങിയ സമയത്ത് ആനയുടെ വേഗം കുറച്ച് കൂടിയത് ചൂടുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു. അതിലൂടെ ആന നടന്നു നീങ്ങി സമയത്താണ് 2 ഭാഗത്തും വീടുകളാണ്, മതിലുണ്ട്. ഈ വീടിൻ്റെ മുകളിൽ നിന്ന് അതുപോലെ ഈ മതിലിൻ്റെ മുകളിൽ നിന്നൊക്കെ ആളുകൾ ആനയുടെ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവരോടൊക്കെ ബാക്കോട്ട് മാറി നിൽക്കും, പിന്തിരിയുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും കുറച്ച് ആളുകളെങ്കിലും അത് അനുസരിക്കാതെ നിന്നു എന്നതൊക്കെ വസ്തുത തന്നെയാണ്. ഇത് തന്നെ ആന അതിന് ശേഷം നടന്ന് വീണ്ടും ഈ വാഴത്തോട്ടത്തിലേക്ക് തന്നെ വന്നു. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് എന്നതൊക്കെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ആനയെ വളരെ പെട്ടെന്ന് മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള, ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ വേണമെന്ന് നമുക്ക് ഇവിടെ ആളുകൾ ഇപ്പോഴും കൂടി നിൽക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും ആളുകളുണ്ട്, അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, എന്തായാലും ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് മാനന്തവാടിയെ സംബന്ധിച്ച് കടന്നു പോകുന്നത്. തണ്ണീർ എന്ന കർണാടക വനമേഖലയിൽ നിന്ന് വന്ന ആന അവിടെ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും മയക്കുവെടി വെക്കാൻ തീരുമാനമായിട്ടുണ്ട്, ഉത്തരവിറങ്ങിയിട്ടില്ല.
ഒരു കുങ്കിയാന കൂടി എത്താനുണ്ട്. വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ദൗത്യം. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ലോറിയിൽ കയറ്റി വനമേഖലയിൽ സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ള പ്രക്രിയയാണ് നടക്കാനുള്ളത്.